ഈ ഒരു ഭാര്യയും ഭർത്താവും റോട്ടിലൂടെ നടന്നു പോവാണ്. അവളാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഹസ്ബൻഡ് അവളെ ഭയങ്കരമായിട്ട് ചതിച്ചോണ്ടിരിക്കുകയാണ്. അവർ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഹസ്ബൻഡ് ഭാര്യയുടെ കയ്യിലേക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കൈ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോ അവളുടെ വിചാരം ഹസ്ബൻഡ് തന്റെ കൂടെ തന്നെ ഉണ്ടെന്ന. അവള് ഭയങ്കര സന്തോഷത്തോടുകൂടി നടക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന ഹസ്ബൻഡ് ആണെന്ന് വെച്ചാൽ അവന്റെ ഗേൾ ഫ്രണ്ടിനോടൊത്ത് ഭയങ്കര റൊമാൻസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ ആ പാവം പെണ്ണ് നടക്കുന്നുണ്ട്. എന്നാ ഇത് കണ്ട ആ പിച്ചക്കാരൻ ഭാര്യയോട് തന്റെ ഹസ്ബൻഡ് നിന്നെ ചതിക്കാണ്, നീ എന്താ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ചുവട്ടിലെ ഹെഡ്സെറ്റ് ആയിരുന്നല്ലോ, അവളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവള് വിചാരിക്കാണ് പൈസയാണ് ഈ പിച്ചക്കാരൻ ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് അവള് എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പോവാനായിട്ട് പറയാം. ഇത് കണ്ട ആ ഒരു ഭർത്താവ് വേഗം തന്നെ ഓടി വന്നതിന് ശേഷം അവളുടെ കയ്യിലുള്ള ആ ഒരു ഫേക്ക് കൈ ഉണ്ടല്ലോ അത് വലിച്ച് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് അവന്റെ കൈ തന്നെ പിടിക്കുകയാണ്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് അവള് ഹെഡ്സെറ്റ് ഊരിയത്. അതുകൊണ്ട് തന്നെ പിച്ചക്കാരൻ തന്റെ ഹസ്ബൻഡ് അവളെ ചതിക്കാന്ന് പറഞ്ഞിട്ട് അവള് വിശ്വസിക്കുന്നേ ഇല്ല. തന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ആ പിച്ചക്കാരനെ ചീത്ത പറഞ്ഞ് അവർ രണ്ടുപേരും മുന്നോട്ട് നീങ്ങുമ്പോൾ ആ പിച്ചക്കാരൻ ഓടി വന്ന് മാഡം നിങ്ങളുടെ പൈസ നിലത്ത് പോയി എന്നും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ഒരു നോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഭാര്യയും ഭർത്താവും വീട്ടിലേക്ക് വന്ന് ഇവരും ഭയങ്കര സ്നേഹത്തോടുകൂടി ഇരിക്കുകയാണ്. രാത്രി സമയം രണ്ടുപേരും ഒന്നിച്ചാണ് കിടന്നുറങ്ങിയത്. എന്നാൽ ഒരു ടൈം എത്തി ഭാര്യ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ ഭർത്താവ് അവന്റെ അതേ ഹൈറ്റിലുള്ള ഒരു പ്രതിമക്ക് അവൻ ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഭാര്യയുടെ അടുത്ത് കിടത്തുന്നുണ്ട്. ഇപ്പൊ ഭാര്യയുടെ വിചാരം തന്റെ ഹസ്ബൻഡ് അവളുടെ അടുത്ത് തന്നെ ഉണ്ടെന്നായിരുന്നു. ശേഷം അവൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അലമാരിയിലുള്ള തന്റെ ഭാര്യയുടെ സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് മുങ്ങാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ അവരെന്തോ ഒരു ശബ്ദം കേൾക്കാണ്. വേഗം ഹസ്ബൻഡ് ആ ഗേൾ ഫ്രണ്ടിനെ എവിടെ ഒളിപ്പിച്ച് നിർത്തിയതിനു ശേഷം എന്താണ് ശബ്ദം എന്ന് പോയി നോക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് വൈഫ് താഴേക്ക് ഇറങ്ങി വരുന്നത്. വൈഫ് അപ്പോ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ വിക്കി അത് പിന്നെ ഞാൻ ബാത്റൂമിൽ പോകാനായിട്ട് വന്നതായെന്ന് പറയുന്നുണ്ട്. ഭാര്യ സംശയത്തോടുകൂടി നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പൊ എൻ്റെ ഒപ്പം കിടന്നിരുന്നതാരാ, അപ്പൊ അത് വല്ല കള്ളനായിരിക്കും, വേഗം തന്നെ പോലീസിനെ അറിയിക്കാമെന്ന് അവള് പറയാണ്. എന്നാൽ അവൻ പേടിച്ചിട്ട് പോലീസിനൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല, കള്ളനായിരിക്കും അല്ലെങ്കിൽ നിനക്ക് തോന്നിയതായിരിക്കും, നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോയി നോക്കുന്ന സമയം കട്ടിലാണെങ്കിൽ ആ ഒരു ബൊമ്മ ഉണ്ടായിരുന്നില്ല. ഈ റൂമിലേക്ക് നോക്കാൻ വന്നപ്പോൾ ആ ഹസ്ബൻഡ് ആ വൈഫിന്റെ കയ്യിൽ പിടിച്ചിട്ടായിരുന്നു പോന്നിരുന്നത്. എന്നാൽ അവൻ കയ്യിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ അവന്റെ കയ്യിലുള്ളത് ആ ഒരു ഫേക്ക് കൈ ഉണ്ടായിരുന്നല്ലോ അതായിരുന്നു. ഭാര്യ ചിരിച്ചുകൊണ്ട് ഭർത്താവിനോട് പറയാണ്, നീ വിചാരിച്ചോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, നീ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു. ആ ഒരു പിച്ചക്കാരൻ്റെ അത് നോട്ടിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയാണ്. അതേസമയം ആ ഒരു പിച്ചക്കാരൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് പോലീസിനെ വിളിച്ച് രണ്ടുപേരെയും പോലീസിനെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ.